ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ട്യൂട്ടോറിയലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്ന എക്സ്പ്രസ് ജേസിനെ പറ്റിയാണ്. ഇത് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ലോക്കലി കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യം വേണ്ടത് നമുക്ക് നോഡ് ജേസ് ആണ്. നോഡ് ജേസ് എന്ന് വെച്ചാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് നിങ്ങളുടെ ലോക്കലി റൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനാണ് ലേറ്റസ്റ്റ് വെർഷൻ അക്കോർഡിംഗ് ടു യുവർ OS നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അടുത്ത് വേണ്ട നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്, VS കോഡ്. ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്ററാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഡിറ്റർ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ VS കോഡ് യൂസ് ചെയ്യാൻ കാരണം ഒരുപാട് എക്സ്റ്റൻഷൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് VS കോഡ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത് പോസ്റ്റ്മാൻ ആണ്. പോസ്റ്റ്മാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ APIs എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളൊരു API ക്രിയേറ്റ് ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്യേണ്ടത്, അതിന് സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് പോസ്റ്റ്മാൻ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഞാനൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ജേസിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ്. ഓക്കെ, ഇവിടെ പറയുന്ന എക്സ്പ്രസ് ജേസ് ഇസ് എ ഫ്രെയിംവർക്ക് യൂസ് ടു ഹെൽപ്പ് നോഡ് ജേസ് ഇൻ സെർവർ സൈഡ് ഫംഗ്ഷനാലിറ്റീസ്. അപ്പോൾ നോഡ് ജേസിനെ ഹെൽപ്പ് ചെയ്യാണ് ഉപയോഗിക്കുന്നത് ഇൻ സെർവർ സൈഡ് ഫംഗ്ഷനാലിറ്റീസ്. നോഡ് ജേസ് എന്ന് പറയുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡിന് ലോക്കലി റൺ ചെയ്യാൻ സഹായിക്കുന്ന എൻവയോൺമെന്റ് ആണ്. ഞങ്ങളുടെ ലോക്കലി ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യണമെങ്കിൽ നോഡ് ജേസ് വേണം. ഇനി സെർവർ സൈഡ് ഫംഗ്ഷനാലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ, ക്ലയന്റ് ഒരു സെർവറിന് റിക്വസ്റ്റ് അയക്കും. ആ റിക്വസ്റ്റ് അനുസരിച്ചുള്ള റെസ്പോൺസ് സെർവർ തിരിച്ച് ക്ലയന്റ് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഫ്രെയിംവർക്കാണ് എക്സ്പ്രസ് ജേസ് എന്ന് പറയുന്നത്. നോഡ് ജേസ് കൊണ്ടും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ നോഡ് ജേസിനെ സീരീസ് ഇതെല്ലാം ചെയ്തതാണ്. നോഡ് ജേസ് വെച്ച് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ റിക്വസ്റ്റ് റെസ്പോൺസ് അയച്ചു, പക്ഷെ നമ്മൾ ഒരുപാട് ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്തു. അപ്പോൾ അതിനെല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് എക്സ്പ്രസ് ജേസ് എന്ന് പറയുന്നത്. നമുക്കിതെല്ലാം കോഡിലൂടെ നോക്കാം. ഞാനിവിടെ ഒരു ഓവറോൾ വ്യൂ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഈസി ടു ഹാൻഡിൽ സെർവർ സൈഡ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് നമ്മൾ പറഞ്ഞു. അതേപോലെ സ്റ്റാറ്റിക് ഫയൽസ് ക്ലയന്റിനൊക്കെ ഈസി ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും എക്സ്പ്രസ് ജേസ് വെച്ചിട്ട്. ഈസി ടു സെൻഡ് JSON ഡാറ്റ ആസ് വെൽ ആസ് എറർ മെസ്സേജ് ടു ക്ലയന്റ്. ഈസി ടു മാനേജ് ദ API റൂട്ട്സ്. ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ ഒരുപാട് APIs ഉണ്ടാവും. അപ്പോൾ ആ APIs എന്ന് പറയുമ്പോൾ നമ്മളെന്താ, ഡാറ്റ ട്രാൻസ്മിഷൻ സഹായിക്കുന്ന ഒരു ഇന്റർഫേസ് ഫ്രം ക്ലയന്റ് ടു സെർവർ ആൻഡ് സെർവർ ടു ക്ലയന്റ്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ എക്സ്പ്രസ് ജേസ് ഉപയോഗിക്കുന്നുണ്ട്. APIs എല്ലാം മാനേജ് ചെയ്യാം. ഒരുപാട് APIs ഉണ്ട്, അതിനെ സ്ട്രക്ചർ ചെയ്ത് മാനേജ് ചെയ്യാൻ എക്സ്പ്രസ് ജേസ് സഹായിക്കും. നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്പ്രസ് ആപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ സ്റ്റാറ്റിക് ഫയലും JSON സ്ട്രിങ്ങും എല്ലാം നമ്മൾ സെർവറിന് ക്ലയന്റിന് അയച്ചു കൊടുക്കും. ഈ റോഡ്സ് എല്ലാം മാനേജ് ചെയ്യും. മിഡിൽ ബേസ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഒരു ബേസിക് CRUD ഓപ്പറേഷൻ ചെയ്യും. ഓക്കെ, നമ്മൾ ഡാറ്റാബേസ് കണക്ട് ചെയ്യുന്നില്ല, അല്ലാതെ സാധാ JSON വെച്ചിട്ട് ഒരു ബേസിക് CRUD ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു ഫോൾഡർ എടുത്തിട്ട് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. എക്സ്പ്രസ് ആപ്പ് എന്നാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ VS കോഡ് റൺ ചെയ്തു വിത്ത് VS കോഡ്. ഞാൻ ടെർമിനൽ എടുത്തു. ഇനി എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോഡ് ജേസ് പ്രോജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യണം. ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, npm init -s എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കാം. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഒരു package.json എന്ന് പറഞ്ഞ ഫയൽ വന്നു. ഈ package.json എന്ന് പറഞ്ഞ ഫയലാണ് നിങ്ങളുടെ എല്ലാവരും ഓവറോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിപ്പെൻഡൻസീസ് എല്ലാം ഈ പാക്കേജിൽ വരും. ഇതിൻ്റെ വേർഷനും നെയിമും എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി ഞാൻ ഒരു ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്യണം, old server.js. ഇനി ഞാൻ കുറച്ച് ലൈൻ ഓഫ് കോഡ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഈ കോഡിനെ പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ കഴിഞ്ഞ നോഡ് ജേസിലെ സെർവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ യൂസ് ചെയ്ത കോഡാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നോക്കി കാണാൻ പറ്റും. നമുക്കിതൊരു കമ്പാരിസനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്പ്രസ് ആപ്പ് എത്രത്തോളം ബെനിഫിറ്റ് ആണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്തു, index.js. ഇതാണ് നമ്മുടെ മെയിൻ ഫയൽ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ index.js എന്ന് പറഞ്ഞ ഫയലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ക്രിയേറ്റിംഗ് ആപ്പ്, എക്സ്പ്രസ് ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എക്സ്പ്രസിനെ ഇൻസ്റ്റാൾ ചെയ്യണം. എക്സ്പ്രസ് ഒരു പാക്കേജാണ്. അപ്പോൾ ആ പാക്കേജിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് യാൺ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ npm നോഡ് പാക്കേജ് മാനേജർ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിവിടെ npm ആണ് യൂസ് ചെയ്യുന്നത്. npm install -save എക്സ്പ്രസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രൊജക്റ്റിലോട്ട് എക്സ്പ്രസിൻ്റെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ഇവിടെ നോഡ് മൊഡ്യൂൾസിൽ വന്നു. ഓക്കെ, നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ആയി. അതിലോട്ട് എക്സ്പ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നു. അതേപോലെ package.json എന്ന് പറയുന്ന
ഫയൽ ഡിപ്പെൻഡൻസീസിൻ്റെ ഉള്ളിൽ എക്സ്പ്രസിൻ്റെ വേർഷനും എക്സ്പ്രസും അതിൻ്റെ വേർഷനും വന്നുകൊണ്ടോ. അപ്പോൾ എക്സ്പ്രസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഫയലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ കമാൻഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇമ്പോർട്ടായി. ഇപ്പോൾ നമ്മുടെ ഫയലോട്ട് ഇമ്പോർട്ടായി. ഇവിടെ കിട്ടുന്ന ശരിക്കും ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുമ്പോൾ അതിന് ഇൻവോക്ക് ചെയ്താലേ ഫംഗ്ഷൻസ് വർക്ക് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വേരിയബിൾ കോൺസ്റ്റ് ആപ്പ് ഇസ് ഈക്വൽ ടു എക്സ്പ്രസിനെ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഇൻവോക്ക് ചെയ്യാം. ഇപ്പോൾ ഈ എക്സ്പ്രസിൻ്റെ ഉള്ളിൽ എല്ലാ മെത്തേഡ്സും നമുക്ക് ഈ ആപ്പിൻ്റെ ഉള്ളിൽ കിട്ടും. നമുക്ക് സംശയം, നമുക്ക് ആപ്പ് ഡോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇത്രയും മെത്തേഡ്സ് എക്സ്പ്രസ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇതെല്ലാം നമുക്ക് ആപ്പിൻ്റെ ഉള്ളിൽ കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞ നോഡ് ജെഎസിൻ്റെ വീഡിയോയിൽ സെർവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇത്രയും എന്ത് ചെയ്തു, ആദ്യം HTTP ഇമ്പോർട്ട് ചെയ്തു, പിന്നെ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്തു, ആ സെർവറിനെ ഒരു പോർട്ടലിലോട്ട് ലിസൺ ചെയ്യിപ്പിച്ചു. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മളൊരു എക്സ്പ്രസ് ആപ്പ് ക്രിയേറ്റ് ചെയ്തു, ഇനി ആ എക്സ്പ്രസ് ആപ്പിനെ ഒരു പോർട്ടലിലോട്ട് ലിസൺ ചെയ്യുക. അതിനുവേണ്ടി ലിസൺ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് പാരാമീറ്ററായിട്ട് നിങ്ങൾക്ക് പോർട്ട് നമ്പർ കൊടുക്കാം, 4000 ആണ്. അടുത്തൊരു കാൾ ബാക്ക് ഫംഗ്ഷനാണ്. നിങ്ങൾക്ക് സാധാ ഫംഗ്ഷൻ ചെയ്താൽ ഞാൻ ആരെ ഫംഗ്ഷനാണ് കൊടുക്കുന്നത്, ഒരു ലോഗ് കൊടുക്കാം. ഓക്കെ, ഇത് വർക്കായില്ല. സെർവർ ഈസ് ലിസണിങ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനെ റൺ ചെയ്തോണ്ടേ ക്ലിയർ കൊടുത്തിട്ട് നോഡ് ഇൻഡെക്സ് ഡോട്ട് ജെഎസ് എന്ന് പറഞ്ഞ കമാൻഡിലൂടെ ഇതിനെ റൺ ചെയ്യാം. കണ്ടോ, സെർവർ ഈസ് ലിസണിങ് എന്ന് പറഞ്ഞ സ്ട്രിങ് അവിടെ വന്നു. അതായത് നമ്മുടെ എക്സ്പ്രസ് ആപ്പ് ക്രിയേറ്റ് ആയി, അതൊരു പോർട്ടിൽ റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആ 5000 പോർട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ വീണ്ടും ഈ സെർവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു സെപ്പറേറ്റ് പാക്കേജ് യൂസ് ചെയ്യുന്നുണ്ട്. പാക്കേജിൻ്റെ പേര് നോഡ്മോൻ എന്നാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് npm ഇൻസ്റ്റാൾ -save നോഡ്മോൻ എന്ന് പറഞ്ഞ കമാൻഡിലൂടെ നമുക്ക് നോഡ്മോനെ നമ്മുടെ പ്രൊജക്റ്റിൽ കിട്ടും. എൻ്റർ കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും. ഓക്കെ ആണോ. അപ്പോൾ നമ്മുടെ പാക്കേജ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞ ഫയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടോ നോഡ്മോൻ എന്ന് പറഞ്ഞ പാക്കേജ് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെർവറിനെ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു കമാൻഡ് ഉണ്ട്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ ഡെവ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പേര് കൊടുത്ത്, നിങ്ങൾക്ക് ഡെവോ അങ്ങനെ എന്ത് പേരും കൊടുക്കാം. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുമ്പോൾ നോഡ്മോൻ സ്പേസ് നിങ്ങളുടെ റൺ ചെയ്യേണ്ട ഫയൽ. ഞാൻ ഇവിടെ റൺ ചെയ്യേണ്ട ഫയൽ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഡോട്ട് ജെഎസ് ആണ്. ഓക്കെ, ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ റൺ ചെയ്യാനായിട്ട് നമ്മൾ അടുത്ത ടാബിൽ വന്നിട്ട് Ctrl+C കൊടുത്തിട്ട് npm run ഈ കമാൻഡ് dev start. അപ്പോൾ ഈ കമാൻഡ് കൊടുക്കുമ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റാണ് റൺ ചെയ്യുക. നോഡ്മോൻ തന്നെ ഇൻഡെക്സ് ഡോട്ട് ജെഎസ് എന്ന് പറഞ്ഞ ഫയൽ റൺ ചെയ്യും. എൻ്റർ അടിക്കുക. കണ്ടോ, നോഡ്മോൻ സ്റ്റാർട്ടായി. ഇനി ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 0 എക്സ്ട്രാ ആഡ് ചെയ്തു. ചുമ്മാ ഞാൻ സേവ് മാത്രം ചെയ്തുള്ളൂ കേട്ടോ. കണ്ടോ, അത് ഓട്ടോമാറ്റ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചേഞ്ചസ് എല്ലാം ചെക്ക് ചെയ്ത് സെർവർ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ചെയ്ത് തന്നു. കണ്ടോ, ഓക്കെ. അപ്പോൾ നമ്മൾ നോഡ്മോൻ സെറ്റായി. അപ്പോൾ നമ്മൾ ഇതൊരു ബേസിക് ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ പോസ്റ്റ്മാൻ എടുത്തു. പോസ്റ്റ്മാൻ എടുത്തിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, 4000 എന്ന് പറഞ്ഞ പോർട്ടിലോട്ട് റിക്വസ്റ്റ് കൊടുക്കണം. ഗെറ്റ് റിക്വസ്റ്റ്, അതായത് ക്ലയൻറ്റ് എന്ന് നമ്മുടെ ഈ എക്സ്പ്രസ് ആപ്പിലോട്ട് സെർവറിൽ എക്സ്പ്രസ് ആപ്പിലോട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് തിരിച്ച് റെസ്പോൺസ് തരുന്നത് നോക്കണ്ടേ. ഒരു എററാണ് കനോട്ട് ഗെറ്റ് സ്ലാഷ്. അപ്പോൾ എന്താണ് ഈ സ്ലാഷ്? നമ്മളിവിടെ 4000 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ നോക്കുന്നത് ഇവിടെ വല്ല APIs ഉണ്ടോ, അതായത് ഇവിടെ വല്ല സ്ട്രിങ് ആയിട്ട് നമ്മൾ റൗട്ട് കൊടുത്തിട്ടുണ്ടോ, ഇതിന് റൗട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സ്ലാഷ് പറഞ്ഞ് കൊടുക്കുന്ന റൗട്ട്സ് ആണ്, API റൗട്ട്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ നോക്കണ്ട എക്സ്പ്രസ്. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഒന്നും കൊടുത്തില്ല, 4000 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എക്സ്പ്രസ് ആപ്പിൽ വല്ല റൗട്ടും കൊടുത്തിട്ടുണ്ടോ, API റൗട്ട്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ നോക്കും. ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്നും കൊടുക്കാത്തപ്പോൾ നമുക്ക് എക്സ്പ്രസിനെ തിരിച്ച് അയച്ചു തരുന്ന ഒരു എറർ മെസ്സേജാണ് കനോട്ട് ഗെറ്റ് സ്ലാഷ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു റൗട്ട് ഡിഫൈൻ ചെയ്യാം, API റൗട്ട്. അതിനുവേണ്ടി ആപ്പ് ഡോട്ട് വിളിക്കുമ്പോൾ നമുക്ക് കണ്ടോ ഗെറ്റ് പുട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞ പല മെത്തേഡും നമുക്ക് കിട്ടും. അതിൽ ഗെറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ക്ലയൻറ്റ് സെർവറിനോട്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അയക്കും, അതാണ് ഗെറ്റ്. ഓക്കെ, ഒരു മെത്തേഡാണ്. അത് 2 പാരാമീറ്റർ ഉണ്ട്. ഫസ്റ്റ് പാരാമീറ്റർ ആണ് റൗട്ട് നെയിം ആണ്. ഇവിടെ ഞാൻ
വെറും സ്ലാഷ് എന്ന് പറഞ്ഞ് കൊടുത്തുള്ളൂ. ഇവിടെ നമുക്ക് അഡ്മിൻ അങ്ങനെ ഇഷ്ടമുള്ള സ്ട്രിങ് കൊടുക്കാം റൗട്ടിന്. ഞാനിപ്പോൾ സ്ലാഷ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ മീൻ ചെയ്യുന്ന ലോക്കലോസ്റ്റ് 4000 എന്ന് മാത്രമാണ്. ഇനി അടുത്തത് ഈ റൗട്ടിലോട്ട് കാൾ വന്നാൽ വർക്ക് ചെയ്യേണ്ട ഒരു കാൾ ബാക്ക് ഫംഗ്ഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് സാധാ ഫംഗ്ഷൻ ചെയ്താൽ ഞാൻ ആരോ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 2 പാരാമീറ്റർ ഉണ്ട്, റിക്വസ്റ്റ് ബോഡി റെസ്പോൺസ്. റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ് എക്സ്പ്രസ് ആപ്പിന് അയച്ചു കൊടുക്കുന്ന റിക്വസ്റ്റ്. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്ന റെസ്പോൺസ് ബോഡി. ഇനി എന്ത് ചെയ്യണം, എനിക്ക് തിരിച്ച് സെർവർ നിന്ന് ക്ലയൻറ്റിലോട്ട് ഒരു സ്ട്രിങ് അയച്ചു കൊടുക്കും. നമ്മൾ Node.js വെച്ച് സെർവറിന് ക്ലയൻറ്റിലോട്ട് ഒരു റെസ്പോൺസ് അയക്കുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് പറഞ്ഞു. അതായത് കണ്ടന്റ് ടൈപ്പ് നമ്മൾ അത് സെറ്റ് ചെയ്യണം. ഇപ്പോൾ സ്ട്രിങ് ആണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ടൈപ്പ് സെറ്റ് ചെയ്യണം, HTML ആണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ടൈപ്പ് സെറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് സെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ സ്റ്റാറ്റസ് കോഡ് സെറ്റ് ചെയ്യണം. ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമാവില്ലേ. അതാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഒറ്റ ലൈൻ ഓഫ് കോഡിൽ rest.send എന്ന് പറഞ്ഞ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രിങ് സെൻഡ് എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്താൽ ഉണ്ടോ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ആ എറർ മെസ്സേജ് പോയി, പകരം സ്ട്രിങ് സെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് ഇവിടെ കിട്ടി. അതായത് ഈ റിക്വസ്റ്റിന് റെസ്പോൺസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ്പ്രസ് ആപ്പ് ഒരു സ്ട്രിങ്ങിനെ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ സ്റ്റാറ്റസ് കോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഹെഡേഴ്സിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് കണ്ടന്റ് ടൈപ്പ് ടെക്സ്റ്റ് -HTML. ഇതെല്ലാം എക്സ്പ്രസ് സെറ്റ് ചെയ്യുന്നതാണ്, നമ്മളൊന്നും സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. അവർ ഇപ്പോൾ എക്സ്പ്രസിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായി വിചാരിക്കുന്നു. ഇതെല്ലാം ഓട്ടോമാറ്റിക് ചെയ്തിട്ട് എക്സ്പ്രസിനെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ് സെൻഡ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ ഒരു സ്റ്റാറ്റിക് ഫയലിനെ സെൻഡ് ചെയ്യാൻ പറ്റും നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു HTML ഫയൽ, ചുമ്മാ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, view.html. അതിൽ ഞാൻ h3 ടാഗ് കൊടുത്തു. വെൽക്കം ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞു. ഞാൻ സ്റ്റൈൽ കൊടുക്കണം, ചുമ്മാ സ്റ്റൈൽ ഈക്വൽ ടു ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞ സ്റ്റൈൽ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ ഫയൽ എനിക്ക് ക്ലയൻറ്റിലോട്ട് സെൻഡ് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം സ്ട്രീമിനെ ക്രിയേറ്റ് ചെയ്തു. ആ സ്ട്രീമിനെ റെസ്പോൺസിലോട്ട് റീഡ് ചെയ്തിട്ട് സ്ട്രീം വൈസ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് അയച്ചു കൊടുത്തു. അത് ഭയങ്കര പണിയുള്ള കാര്യമാണ്. ഇതെല്ലാം കുറച്ചുകൂടി എളുപ്പത്തിൽ സെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കില്ലേ. അപ്പോൾ അതിന് നമ്മൾ എക്സ്പ്രസ് യൂസ് ചെയ്യുന്നത്. എക്സ്പ്രസ്സിൽ വീണ്ടും നമ്മൾ റൗട്ട് ക്രിയേറ്റ് ചെയ്തു. റൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ app.get ആയ കാരണമാണ് ഗെറ്റ്. app.post ഉണ്ട്, പുട്ട് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, കുറേ മെത്തേഡ്സ് ഉണ്ട്. ഞാനിവിടെ ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആ മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്ക് ക്രെഡിലൂടെ മനസ്സിലാവും. ഇവിടെ ഞാൻ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ API റൗട്ടാണ്, നെയിമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റൗട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ലോക്കലോസ്റ്റ് 4000/static എന്ന് പറഞ്ഞ് കൊടുത്താലേ കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് ഇതിലോട്ട് റിക്വസ്റ്റ് വരുമ്പോൾ വർക്ക് ചെയ്യുന്ന കാൾ ബാക്ക് ഫംഗ്ഷനിൽ 2 പാരാമീറ്റർ, റിക്വസ്റ്റ് റെസ്പോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞു Node.js-ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടന്റ് ടൈപ്പ് സെറ്റ് ചെയ്യണം, എന്നിട്ട് സ്ട്രീം വൈസ് റീഡ് ചെയ്ത് റൈറ്റ് ചെയ്യണം. ഇതിലൊന്നും വേണ്ട, rest.send ഫയൽ എന്ന് പറഞ്ഞ മെത്തേഡ് എക്സ്പ്രസിനെ പ്രൊവൈഡ് ചെയ്യണം. അതിലോട്ട് നമ്മുടെ ഫയലിൻ്റെ പേര് view.html, കോമ അടുത്തൊരു പാരാമീറ്റർ ആയിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ റൂട്ട്, ഒരു ഒബ്ജക്റ്റ് അതിൽ പ്രോപ്പർട്ടി ആയിട്ട് റൂട്ട്, അതിൻ്റെ വാല്യൂ നിങ്ങളുടെ // ഡയറക്ടറി നെയിം. ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ dir നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഫോൾഡറിൻ്റെ കറക്റ്റ് പാത്താണ്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഈ ഫോൾഡറിലോട്ടുള്ള പാത്താണ്. പാത്ത് / ഈ view.html. നമുക്ക് നോക്കാം, പോസ്റ്റ്മാൻ നോക്കാം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു കേട്ടോ, വെൽക്കം ടു IT മാസ്റ്റർ എന്ന് പറഞ്ഞുള്ള, വെൽക്കം ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞുള്ള ഒരു h3 ടാഗ് കിട്ടി. ഇന്നലെ കറക്റ്റ് വ്യൂ മനസ്സിലാക്കാനായിട്ട് ലോക്കലോസ്റ്റ് 4000/static എന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചാൽ ആണോ, വെൽക്കം ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞ h3 ടാഗ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നെറ്റ്വർക്കിൽ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് പോയി. അതിൻ്റെ കണ്ടന്റ് ടൈപ്പ് ഒക്കെ എക്സ്പ്രസിനെ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് HTML ആയിട്ട് അയച്ചു. പ്രിവ്യൂവിൽ നിങ്ങൾക്ക് ഈ വെൽക്കം ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല, ഒറ്റ ലൈൻ ഓഫ് കോഡ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, Node.js-ലാണെങ്കിൽ ഇത്രയും
റീഡ് സ്ട്രീം എഫ് എസ് മോഡ്യൂൾ വെച്ചിട്ട് റീഡ് സ്ട്രീം ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിന് റൈറ്റ് ഹെഡ് കൊടുത്തിട്ട് സ്റ്റാറ്റസ് കോഡ് കണ്ടന്റ് ടൈപ്പ് സെറ്റ് ചെയ്തിട്ട് പിന്നെ റെസ്പോൺസിലോട്ട് വീണ്ടും അയച്ചു കൊടുത്തു. ഭയങ്കര പണി. ഒരൊറ്റ ലൈൻ ഓഫ് കോഡിലെല്ലാം ചെയ്തു. അതാണ് ഒരു ഫ്രെയിം വർക്കിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. എല്ലാം ഓട്ടോമാറ്റിക് ചെയ്യുന്ന സംഭവത്തിനാണ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രിങ്ങിനെ സെൻഡ് ചെയ്യാൻ നോക്കി, സ്റ്റാറ്റിക് ഫയലിനെ സെൻഡ് ചെയ്യാൻ നോക്കി. അടുത്ത നമുക്ക് ഒരു ജേസൺ എങ്ങനെ സെൻഡ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ അടുത്ത് റൗട്ട് ചെയ്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മെത്തേഡ് ആദ്യം കൊടുക്കുക. ആ മെത്തേഡിൽ 2 പാരാമീറ്റർ. ഫസ്റ്റ് പാരാമീറ്റർ റോഡ് നെയിം ജേസൺ എന്ന് പറഞ്ഞ് കൊടുക്കാം. അടുത്തൊരു കാർഡ് ബാക്ക് ഫംഗ്ഷൻ, അതിൽ റിക്വസ്റ്റ് റെസ്പോൺസ് 2 പാരാമീറ്റർ. ഇതൊരു ജനറൽ സിൻടാക്സ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജേസൺ സെൻഡ് ചെയ്തത് കണ്ടോ, വാർ ജേസൺ ഇസ് ഈക്വൽ ടു ഒരു അറേ കൊടുത്തു. ആ അറേനെ നമ്മൾ സ്ട്രിങ്ങിഫൈ ചെയ്തിട്ടാണ് സെൻഡ് ചെയ്തത്. അതേപോലെ അതിൻ്റെ കൂടെ റൈറ്റ് ഹെഡും കണ്ടന്റ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേ സെയിം അറേനെ നമുക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, റെസ്റ്റ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മുടെ എക്സ്പ്രസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജേസൺ ഡാറ്റയെ സെൻഡ് ചെയ്യാം. നമുക്ക് സ്ട്രിങ്ങിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത് ഓട്ടോമാറ്റ് ചെയ്തിട്ട് എക്സ്പ്രസിനെ സ്ട്രിങ്ങിഫൈ ചെയ്തോളൂ. നമുക്ക് ഈ ജേസൺ എന്ന് വിളിച്ച് നമുക്ക് ഈ ജേസൺ സ്ട്രിങ്ങിനെ അവിടെ കിട്ടണം. ജേസൺ എന്ന് വിളിക്കുമ്പോൾ ഗെറ്റിൽ ആണോ ആ ജേസൺ ജാക്ക് മാക്സ് എന്ന് പറഞ്ഞ ജേസൺ ഡാറ്റ അവിടെ കിട്ടി. എക്സ്പ്രസ് ഓട്ടോമാറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ജേസൺ ഡാറ്റ തോന്നും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സ്ട്രിങ് നോക്കി, സ്റ്റാറ്റിക് ഫയൽ നോക്കി, ജേസൺ അങ്ങനെ സെൻഡ് ചെയ്ത് നോക്കി. നമ്മൾ പറഞ്ഞ പ്രകാരം ആദ്യം ഒരു എക്സ്പ്രസ് ആപ്പ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റാറ്റിക് ഫയലിനെ ജേസൺ സ്ട്രിങ്ങിനെല്ലാം ഡിലീറ്റ് ചെയ്യാൻ നോക്കി. ഇനി അടുത്ത നമ്മൾ മിഡിൽ വേസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് പോവാം. മിഡിൽ വേസ് എന്ന് പറയുമ്പോൾ സാധാരണ മിഡിൽ വേസ് എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ നിൽക്കുന്ന സംഭവം അല്ലേ. ഇവിടെ മിഡിൽ വേസ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പ്രസ് ഒരു മെത്തേഡ് പറയുന്നുണ്ട്, ആപ്പ് ഡോട്ട് യൂസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് പ്രോപ്പർട്ടി. ഈ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷൻ കൊടുക്കാം. ഞാനിവിടെ ലോഗർ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. ചുമ്മാ ഒരു ലോഗർ കൊടുത്തു. എന്നിട്ട് മുകളിൽ കോൺസ്റ്റ് ലോഗർ ഈസ് ഈക്വൽ ടു, ഈ ലോഗറിൽ നമുക്ക് 3 പാരാമീറ്റേഴ്സ് കിട്ടും. അതായത് നമ്മുടെ ഈ ആപ്പ് ഡോട്ട് യൂസ് ലോഗർ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് റിക്വസ്റ്റ് കിട്ടും, റെസ്പോൺസ് കിട്ടും, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് കിട്ടും. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ ചുമ്മാ കൺസോൾ ഡോട്ട് ലോഗ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പോസ്റ്റ് മെയിൽ ഒന്നും കൂടെ സെൻഡ് ചെയ്യാം. ഇവിടെ ഉണ്ട് നമ്മൾ കംപ്ലീറ്റ് റിക്വസ്റ്റ് ഇവിടെ കൺസോൾ ഡോട്ട് ലോഗിൽ വന്നു. റിക്വസ്റ്റ് ഡോട്ട് പാത്ത് എന്നാണ് തോന്നുന്നു, കറക്റ്റ് പാത്തിൻ്റെ നെയിം. റിക്വസ്റ്റ് ഡോട്ട് പാത്ത് തന്നെ. ഇനി ഒന്നുകൂടെ സെൻഡ് ചെയ്ത് കൊടുത്തോ. നമ്മൾ എന്താണ് സെൻഡ് ചെയ്ത് ആ പാത്ത് ഇവിടെ കിട്ടി. അപ്പോൾ ഈ മിഡിൽ വേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ എന്ത് റിക്വസ്റ്റ് ചെയ്താലും ആദ്യം ഈ ഒരു മെത്തേഡിലോട്ട് പോകും. ഇവിടുന്ന് എക്സ്പ്രസ് ആപ്പിലോട്ട് റിക്വസ്റ്റ് വന്നാൽ ആദ്യം പോകുന്ന ഈ ആപ്പിലോട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിലായിട്ടായിരിക്കും. അവിടുന്ന് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു മെത്തേഡ് പറഞ്ഞാൽ ലോഗറോടാണ്. ലോഗറിലോട്ട് പോയി നമ്മൾ സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് ഇവിടെ കിട്ടും. ഇനി നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, ബാക്കി റിക്വസ്റ്റിലോട്ട് പോകത്തുള്ളൂ. നെക്സ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ റിക്വസ്റ്റ് അയച്ചാൽ ഇതിങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇവിടെ നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ റിക്വസ്റ്റ് അയക്കൂ, നിങ്ങൾക്ക് കണ്ടോ കറക്റ്റ് ജേസൺ ഡാറ്റ വന്നു. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ ഈ മിഡിൽ വേസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ റിക്വസ്റ്റ് ഒക്കെ അയക്കുമ്പോൾ ഒരു മിഡിലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് എന്തൊക്കെ റിക്വസ്റ്റാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് നമ്മളെ മിഡിൽ വേസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റിക്വസ്റ്റിൽ എന്ത് ചെയ്യുക, ഒതൻറ്റിക്കേഷൻ വേണം. ഒരു റിക്വസ്റ്റിൽ ഒതൻറ്റിക്കേഷൻ വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒതൻറ്റിക്കേഷൻ്റെ ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ നമുക്ക് ടോക്കൺ ഉണ്ടോ ഇല്ലേ, ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് പോവുക, ടോക്കൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടോക്കൺ ഈസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞ എറർ മെസ്സേജ് ഒക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇഫ് ടോക്കൺ ഉണ്ടെങ്കിൽ, ടോക്കൺ വാലിഡ് ആണെങ്കിൽ മാത്രം ഈ നെക്സ്റ്റ് കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത എപ്പിസോഡിലെല്ലാം വർക്ക് ആകത്തുള്ളൂ, അതിൻ്റെ റെസ്പോൺസും കിട്ടത്തുള്ളൂ. ഇവിടെ ടോക്കൺ ഇല്ലെങ്കിൽ എറർ മെസ്സേജ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അതൊക്കെ ബിസിനസ് ലോജിക്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഇവിടെ മിഡിൽ വേസ് യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. നമുക്ക് റിക്വസ്റ്റ് കിട്ടിയിട്ട് ആ റിക്വസ്റ്റിനെ മോഡിഫൈ ചെയ്തിട്ട് അയച്ചു കൊടുക്കാനായിട്ട്.
അതിന് യൂസ് ചെയ്യുന്ന ആപ്പ് ഡോട്ട് യൂസ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ആപ്പ് ഡോട്ട് യൂസിൽ തന്നെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ചുമ്മാ ഒരു ഫംഗ്ഷൻ എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് മിഡിൽ വേസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുത്താലേ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്തുകൊള്ളൂ. അതേപോലെ മിഡിൽ വേസ് എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഏറ്റവും മുകളിലായിട്ട് എഴുതാൻ നോക്കുക. ഓക്കെ, ഈ ഒരു റൗട്ട്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നതിന് തൊട്ട് മുകളിലായിട്ട് എഴുതുക. എങ്കിലേ എപ്പോൾ റിക്വസ്റ്റ് അയച്ചാലും ആദ്യം ഈ മിഡിൽ വേസിൽ കയറിയിട്ട് ഇങ്ങോട്ടൊക്കെ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മിഡിൽ വേസിനെ പറ്റിയും ചെക്ക് ചെയ്തു. ഇനി അടുത്തൊരു മാനേജിങ് റൗട്ട്സ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അഡ്മിൻ്റെ മാത്രമായിട്ടുള്ള റൗട്ട്സ് ഉണ്ടായിരിക്കും, എംപ്ലോയീസിൻ്റെ മാത്രമായിട്ടുള്ള റൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെല്ലാം മാനേജ് ചെയ്യണം. എല്ലാം കൂടി ഇൻഡെക്സ് ഡോട്ട് ജെ എസിൽ അഡ്മിൻ്റെ റൗട്ട്, അതിൻ്റെ അടിയിൽ എംപ്ലോയിയുടെ റൗട്ട്, അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. അപ്പോൾ അതിനെങ്ങനെ അവോയ്ഡ് ചെയ്യാം, അത് നമുക്ക് എക്സ്പ്രസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചുമ്മാ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, റൗട്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, റൗട്ട്സ്, അതായത് എംപ്ലോയീസിൻ്റെ എന്നൊരു മൊഡ്യൂളുണ്ട്, അതിൻ്റെ റൗട്ട്സ് മാത്രമേ ഞാൻ ഇവിടെ എഴുതുന്നു. ഇനി എനിക്ക് വേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ആദ്യം എക്സ്പ്രസ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി കോൺസ്റ്റ് എക്സ്പ്രസ് ഇസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ് എന്ന് കൊടുക്കാം. ഇനി എനിക്ക് റൗട്ട് വേണം. റൗട്ട് കിട്ടാനായിട്ട് കോൺസ്റ്റ് റൗട്ടർ ഇസ് ഈക്വൽ ടു എക്സ്പ്രസ് ഡോട്ട് എക്സ്പ്രസ് എന്ന് പറഞ്ഞ മെത്തേഡിനെ നമ്മൾ ഇൻവോക്ക് ചെയ്തു. ഇൻവോക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, റൗട്ടർ എന്ന് പറഞ്ഞ സംഭവം കിട്ടി, റൗട്ടർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കിട്ടി. അതിന് നമ്മൾ ഇൻവോക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഈ റൗട്ടറിൻ്റെ ഉള്ളിൽ വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടി. ഈ റൗട്ടർ ഡോട്ട് എന്ന് വിളിക്കുന്നത് ഗെറ്റ് റൗട്ടർ ഡോട്ട് ഗെറ്റ് പുട്ട് പോസ്റ്റ് എല്ലാ മെത്തേഡും കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ റൗട്ടറിനെ ഡിഫൈൻ ചെയ്യാൻ ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ എംപ്ലോയീസിൻ്റെ ഏത് റൗട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫയൽ എഴുതാം. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട് സീക്വൽ ടു ഈ റൗട്ടറിനെ എക്സ്പോർട്ട് ചെയ്യാം. സോറി, സ്കാപ്സ് റൗട്ടറാണ്. ഞാൻ ചുമ്മാ റൗട്ടർ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് എഴുതി. അതിൽ നമ്മൾ സാധാ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് പാരാമീറ്റർ ലീസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്ററാണ്. ഓക്കെ, അടുത്തൊരു കാൾ ബാക്ക് ഫംഗ്ഷൻ റിക്വസ്റ്റ് റെസ്പോൺസ് ഡോട്ട് സെൻഡ് എംപ്ലോയീസ് ലിസ്റ്റഡ് എന്ന് പറഞ്ഞ സ്ട്രിങ് കൊടുത്തു. ഇനി എനിക്ക് എപ്പോഴാണ് ഈ ഒരു ഫയലോട്ട് കാൾ പോകുന്നത് നോക്കാം. എംപ്ലോയി എന്ന് പറഞ്ഞ പ്രഫിക്സിൽ വല്ല APIസും വിളിക്കണമെങ്കിൽ, അതായത് എംപ്ലോയി എന്ന് പറഞ്ഞ പ്രഫിക്സിൽ /list ഇങ്ങനെ വല്ല API വിളിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ റൗട്ടിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് ആപ്പ് ഡോട്ട് യൂസ് എന്ന് പറഞ്ഞ മിഡിൽ വേസ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാം. ആപ്പ് ഡോട്ട് യൂസ് ഫസ്റ്റ് പാരാമീറ്റർ എന്താ, നമ്മുടെ ഏത് റൗട്ടാണോ നോക്കാം, എംപ്ലോയി എന്ന് പറഞ്ഞ റൗട്ടാണ്. അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് ഈ ഒരു റൗട്ട് ഫയലിനെ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് എം റൗട്ട് ഇസ് ഈക്വൽ ടു റിക്വയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ആ പാത്തിൻ്റെ പേര് കൊടുക്കാം, റൗട്ട്സ് /എംപ്ലോയി റൗട്ട്സ്. അതായത് ഇവിടെ പ്രഫിക്സിൽ വല്ല API കോളും വന്നു, എംപ്ലോയി എന്ന് പറഞ്ഞ വല്ല API കോളും പ്രഫിക്സ് ആയിട്ട് വന്നാൽ നമുക്ക് ഈ മെത്തേഡിൽ കയറും. അപ്പോൾ ഒരു ചെക്ക് ചെയ്യും, ഇവിടെ എംപ്ലോയീസ് എന്ന് പറഞ്ഞ റൗട്ടിൽ സംഭവം വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് ഈ ഒരു റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഇത് കൊടുക്കുകയാണെങ്കിൽ നേരെ ഈ ഫയലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി ലീസ്റ്റ് എന്ന് പറഞ്ഞ റൗട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ റൗട്ട് വർക്കാവും. നമുക്ക് നോക്കാം, എന്തോ ഒരു എറർ അടിച്ചിട്ടുണ്ട്, റൗട്ടർ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇങ്ങനെ എഴുതുന്നതിന് പകരം റൗട്ടർ ഇസ് ഈക്വൽ ടു എക്സ്പ്രസ് ഡോട്ട് റൗട്ടർ ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ ലൈനിൽ എഴുതി നമുക്ക് നോക്കാം, റൺ ചെയ്യാൻ പറ്റും നോക്കാം. വേറൊന്നും അടിച്ചിട്ടില്ല. പുതിയൊരു അപ്ഡേഷൻ പ്രകാരം ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം നമ്മൾ എക്സ്പ്രസ് റിക്വയർ ചെയ്തു, ആ ഫംഗ്ഷനോട് നമ്മൾ റൗട്ടർ ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇത്ര എറർ ഒന്നുമില്ല. നമുക്ക് നോക്കാം, എംപ്ലോയി /list എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കനോട്ട് ഗെറ്റ് എംപ്ലോയി ലിസ്റ്റ് എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ നോക്കാം.
അത് നമ്മുടെ ഇവിടെ കൊടുത്ത റൗട്ടിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കോൾ പോയി എംപ്ലോയി എന്ന് പറഞ്ഞ പ്രിഫിക്സിൽ വന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ മിഡിൽ വെയർ ചെക്ക് ചെയ്യും, എംപ്ലോയി എന്ന് പറഞ്ഞ പ്രിഫിക്സിൽ എന്തെങ്കിലും കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ എംപ്രൗട്ട് എന്ന് പറഞ്ഞ ഫയൽ കയറിയിട്ട് ഈ റൗട്ട് വർക്കാവും. ഈ റൗട്ട് ഒന്നും വർക്കാവത്തില്ല. അപ്പോൾ റൗട്ട് വർക്കായിട്ട് എംപ്ലോയി ലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വന്നു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് CRUD ഓപ്പറേഷൻ ചെയ്യണം. CRUD ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഞാനൊരു സെപ്പറേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ഫയലിൻ്റെ പേര് ഇതില്ല, m.json എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ഫയലോട്ട് ഞാൻ ഒരു ജേസൺ ഡാറ്റ ഞാൻ കൊടുക്കണം. ഓക്കെ, സോറി, JS ഫയലാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു ചുമ്മാ ഒരു എംപ്ലോയി ഡാറ്റ എന്ന് പറഞ്ഞൊരു ജേസൺ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, എനിക്ക് ഈ ഒരു ജേസൺ ഡാറ്റയാണ് ലിസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇതിന് ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് emp data is equal to require dot slash dot വെക്കണം. emp എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇനി നമുക്കിവിടെ റെസ്റ്റ് ഡോട്ട് സെൻഡിന് പകരം ജേസൺ ആയി കാണാം. rest.json എന്ന് പറഞ്ഞ മെത്തേഡിൽ ഒരു സക്സസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി 1 കൊടുത്തു, കാരണം സക്സസ് ആണ്. ഐറ്റംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ഞാൻ ഈ emp ഡാറ്റയെ സെൻഡ് ചെയ്യാം. നമുക്ക് ഇവിടെ റിക്വസ്റ്റ് വന്നാൽ സക്സസ് 1 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ജേസണിൽ പ്രോപ്പർട്ടി വരണം, കൂടെ ഐറ്റംസിൻ്റെ ഉള്ളിൽ ഈ ഒരു അറേയും വരണം. നമുക്ക് നോക്കാം. ഐറ്റംസിനുള്ളിൽ അറ കിട്ടിയിട്ടില്ല. നമുക്ക് എന്തൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. ഇഷ്യൂ എന്ന് പറയുമ്പോൾ കോൺസ് എംപ്ലോയി ഡാറ്റ ഐ തിങ്ക് നമ്മൾ module.export ചെയ്യാൻ മറന്നു. എംപ്ലോയി ഡാറ്റ ആണോ, അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ മറന്നതാണ്. നമുക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ ലീസ്റ്റ് ചെയ്തു, സക്സസ് 1 ഐറ്റം കിട്ടി നമ്മൾ ഇത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ ഗെറ്റ് മെത്തേഡാണ് ഇത്രയും വരെ നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് മെത്തേഡാണ്. പോസ്റ്റ് മെത്തേഡ് ചെയ്യാനായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. router.post എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. അത് സാധാരണ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വിളിക്കാം. ഇവിടെ നിങ്ങൾക്ക് റൗട്ട് നെയിം കൊടുക്കാം. അടുത്തൊരു കാർഡ് ഫംഗ്ഷനാണ് റിക്വസ്റ്റ് കോമ റെസ്പോൺസ്. ഇനിയുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ക്ലയൻറ്റ് ഒരു ബോഡി അയച്ചിടും. ആ ബോഡി വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെർവറിലോട്ട് പോസ്റ്റ് ചെയ്യുക, അതായത് ഡാറ്റാബേസിലോട്ട് ഡാറ്റ കയറ്റുക. അത് നമ്മൾ എന്ത് ഇവിടെ പോസ്റ്റ് മാനിൽ റോ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് മാറ്റി ജേസൺ കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു ചുമ്മാ ഒരു ജേസൺ ഫയലിൽ സെയിം പാരാമീറ്റർ ആയിട്ട് ഞാനിവിടെ ID ഇപ്പോൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ID ഒരു 4 കൊടുത്തു, ID = 4 എന്ന് പറഞ്ഞ് കൊടുത്തു. നിങ്ങൾ സെയിം ഇത് തന്നെ കൊടുക്കണം. John 1 Vic 1 എന്ന് പറഞ്ഞൊക്കെ കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ നമുക്കൊരു ബോഡീനെ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നമ്മൾ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, അതായത് നമ്മുടെ കറക്റ്റ് ഈ അറയിലത്തെ പ്രോപ്പർട്ടീസിനെ മാത്രമാണ്, ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടീസിനെ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ബോഡി, ഈ ഡാറ്റയാണ് നമുക്ക് ഈ അറയിലോട്ട് പുഷ് ചെയ്യണം. അതാണ് നമ്മൾ പോസ്റ്റ് മെത്തേഡ് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നോർമലി ക്രിയേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യണം, ആദ്യം ഈ ഒരു ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം. നമുക്ക് ബോഡിയിൽ സെൻഡ് ചെയ്യുന്ന ക്ലയൻറ്റ് സെൻഡ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ലെറ്റ് ഒരു വേരിയബിൾ കൊടുക്കാം. ലെറ്റ്
ബോഡി ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ബോഡി. റിക്വസ്റ്റിൻ്റെ ഉള്ളിൽ ബോഡിയിലത്തെ കിട്ടുന്ന സംഭവങ്ങളെല്ലാം ഈ ബോഡിയുടെ ഉള്ളിൽ ഉണ്ടാവും. നമുക്കത് കിട്ടാൻ വേണ്ടി നമുക്ക് CLG ബോഡി എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്കൊരു ഇഷ്യൂ ആയിരിക്കും, നമുക്കത് നോക്കാം. ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പോസ്റ്റ് കൊടുത്താൽ ആ റിക്വസ്റ്റോട് പോകത്തുള്ളൂ. പോസ്റ്റ് കൊടുത്തു, നമുക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല, ബോഡി അൺഡിഫൈൻഡ് ആണ്, കാരണം ഇവിടെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ JSON ഒബ്ജക്റ്റാണ്. നമ്മളിവിടെ എക്സ്പ്രസ് ചെക്ക് ചെയ്യുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിനായിരിക്കും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും സംഭവം വേണ്ടത്. ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ് എന്ന് പറഞ്ഞ ഫോർമാറ്റ്. പക്ഷെ ഇവിടെ ഉണ്ടോ, ഇതെല്ലാം കോഡ്സിൻ്റെ ഉള്ള ഒരു സ്ട്രിങ് വൈസ് ആണ് JSON ഫോർമാറ്റിൽ. അപ്പോൾ അതിന് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാക്കേജ് ഉപയോഗിക്കാം. ആ പാക്കേജിൻ്റെ പേര് ബോഡി പാർസർ എന്നാണ്. അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ npm install --save ബോഡി പാർസർ എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് package.jsonൽ ഇവിടെ നോക്കി കാണാം ബോഡി പാർസർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി index.jsൽ വരിക, നമുക്ക് മിഡിൽ വെയർ ഫംഗ്ഷൻ ഉപയോഗിക്കാം. കാരണം എല്ലാ റെസ്പോൺസിലും ചെക്ക് ചെയ്യണം. app.use ബോഡി പാർസർ .json എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് const ബോഡി പാർസർ ഈസ് ഈക്വൽ ടു റിക്വയർ ബോഡി പാർസർ. ഇതായി ഈ ബോഡി പാർസിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോഡി പാർസർ .json എന്ന് പറഞ്ഞ് കൊടുക്കാം. അതായത് ഈ വരുന്ന ഇവിടെ നിന്ന് വരുന്ന ബോഡിയിൽ വരുന്ന റെസ്പോൺസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ JSON റെസ്പോൺസിനെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് എക്സ്പ്രസിനെ റീഡ് ചെയ്യുന്ന റെസ്പോൺസ് ആക്കി മാറ്റും. നമുക്ക് ഇതൊന്നും കൂടെ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കൺസോൾ എന്താ വരും നോക്കാം. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ബോഡി പാർസസ് ആൾറെഡി ഡിക്ലെയർഡ്. അതെവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു? ഓക്കെ ഫൈൻ, ഇവിടെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലേ. cannot access app before initialization. വെരി ഗുഡ്. നമ്മൾ അതിൻ്റെ അടിയിൽ കൊടുക്കും, കാരണം ആപ്പ് ഇവിടെയാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എറർ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമുക്ക് ആ കറക്റ്റ് ഡാറ്റ, കറക്റ്റായ സ്ട്രിങ് എല്ലാം കളഞ്ഞ ഡാറ്റ ഇവിടെ കിട്ടി. അപ്പോൾ അതാണ് നമ്മൾ ബോഡി പാർസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് emp.jsൽ വരാം. emp.jsൽ വരാം. ഈ ബോഡി കിട്ടി. ഈ ബോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം എങ്ങനെ എറർ മെസ്സേജ് ക്ലയൻറ്റ് സെൻഡ് ചെയ്ത് നോക്കാം. ഇഫ് നോട്ട് ബോഡി ഡോട്ട് ID, അതായത് ബോഡിയുടെ ഉള്ളിൽ നമ്മൾ ID അയച്ചു കൊടുക്കുന്നുണ്ട്. ID ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ rest.json ഒരു എറർ മെസ്സേജ് കൊടുക്കാൻ ഞാൻ ചുമ്മാ കാണിച്ചിട്ടുണ്ട്. സക്സസ് ഈസ് ടു 0 മെസ്സേജ് നോ ID ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാം. നോ ID ഫൗണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുത്തു. നമുക്കിത് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ IDനെ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എറർ മെസ്സേജ് അവിടെ വരണം, കാരണം ID ഒന്നുമില്ല. നമുക്ക് ബ്രാക്കറ്റ് കൂടെ റിമൂവ് ചെയ്യും. പോസ്റ്റ് ചെയ്തു. കണ്ടോ, സക്സസ് 0 നോ ID ഫൗണ്ട്. അതായത് നമ്മുടെ ബോഡിയിലോട്ട് വന്നു, ID ഒന്നുമില്ല, ആപ്പേഴ്സ് ഉണ്ടായി. ഇനി അല്ലെങ്കിൽ ID ഉണ്ടെങ്കിൽ മാത്രം എൽസ് കൊടുക്കാം. എന്നിട്ട് emp data ഡോട്ട് പുഷ് എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുത്തിട്ട് ഈ ബോഡീനെ അതിലോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യാം, നമുക്ക് rest.send ഇനി നമുക്ക് എന്ത് ചെയ്യാം, rest.send പറയാം. rest.json ആയിരുന്നു, JSON കൊടുക്കാം. സക്സസ് 1, ഐറ്റംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ emp ഡാറ്റനെ കൊടുക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടി, അതിൽ ID ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പുഷ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, emp ഡാറ്റയിൽ
സ്റ്റോർ ചെയ്തു. നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ഇപ്പോൾ ആക്ച്വലി ഇവിടെ എംബഡ് ഡാറ്റയിൽ 3 ഉള്ളൂ, അത് 3 ഒബ്ജക്റ്റേ ഉള്ളൂ. ഇനി ഇത് പുഷ് ചെയ്യുമ്പോൾ ശരിക്കും 4 ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ഇവിടെ ഐ ഡി കൂടെ കൊടുക്കാം, ഐ ഡി സിക്വൽ ഒരു 7 കൊടുക്കാം. പോസ്റ്റ് കൊടുക്കാം. ഇവിടെ വന്നിട്ടുണ്ട്, സക്സസ് മെസ്സേജ് ആണ്. 1 2 3 4 നമ്മൾ എന്താണോ ഇവിടെ പുഷ് ചെയ്ത് അത് ഇവിടെ വന്നിട്ടുണ്ട്, ലാസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് മെസ്സേജ് സക്സസ്ഫുൾ ആയി. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഗെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. പോസ്റ്റ് എന്ന് വെച്ചാൽ ക്രിയേറ്റ്, ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക സെർവറിലോട്ട് അല്ലെങ്കിൽ ഡാറ്റാബേസിലോട്ട് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് പർട്ടിക്കുലർ ഡാറ്റയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗെറ്റ് ചെക്ക് ചെയ്തു, പോസ്റ്റ് ചെക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ ഒരു അറേയുടെ ഉള്ളിൽ നിന്ന് ഒരൊറ്റ ഡാറ്റേനെ വേണം. ഇതിലിപ്പോൾ 4 ഡാറ്റ ഉണ്ട്. ഈ 4 ഡാറ്റേനുള്ളിൽ എനിക്ക് ഈ ഒരു ഡാറ്റേനെ വേണം. അങ്ങനത്തെ സിനാരിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഗെറ്റ് ബൈ ഐ ഡി എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഗെറ്റ് ബൈ ഐ ഡി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതൊന്ന് എന്തെങ്കിലും ഒരു വേരിയബിൾ എടുത്ത് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഗെറ്റിൽ തന്നെ നമ്മളിവിടെ ഒരു പാരാമീറ്റർ എക്സ്ട്രാ ആഡ് ചെയ്യും. ഈ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഏജ്. നമ്മൾ സാധാരണ എല്ലാം ഉപയോഗിക്കുന്നത് ഫസ്റ്റ് നെയിം എന്ന ഐ ഡി ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഐ ഡി ഇവിടെ ബൈൻഡ് ചെയ്തു, 1 എന്ന് ബൈൻഡ് ചെയ്തിട്ട് ഗെറ്റ് വിളിച്ചു. നമ്മൾ കോഡൊന്നും എഴുതിയിട്ടില്ല, നമുക്കിനി കോഡിലോട്ട് പോകാം. റൗട്ടർ ഡോട്ട് മെത്തേഡ് ഗെറ്റ് ആയിക്കാണ്, ഞാൻ ഗെറ്റ് തന്നെ കൊടുത്തു. നമ്മുടെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് തന്നെയാണ്. ലീസ്റ്റ്, പക്ഷേ ഇവിടെ ഒരു ഈസ്റ്റ് ഐ ഡി എന്ന് പറഞ്ഞ സംഭവം കൂടെ നമ്മൾ പാസ് ചെയ്യണം. കാരണം നമ്മൾ ഇവിടെ എന്തോന്ന് എക്സ്ട്രാ സെൻഡ് ചെയ്യുന്നുണ്ട്, അത് ആക്ച്വലി ഇതിൻ്റെ ഐ ഡി ആണ്. അപ്പോൾ ആ പേര് നമ്മൾ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഞാൻ ഐ ഡി എന്നാണ് കൊടുത്ത്. ഈസ്റ്റു ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നിങ്ങൾ എന്താണ് പാസ് ചെയ്യുന്നത് അതിനനുസരിക്കും. കോമ കാൾ ബാക്ക് ഫംഗ്ഷനിൽ റിക്വസ്റ്റ് കോമ റെസ്പോൺസ്, സാധാ കാൾ ബാക്ക് ഫംഗ്ഷൻ. ഇനി നിങ്ങൾക്ക് ഈ ഐ ഡി നിങ്ങൾക്ക് ഇവിടെ കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ലെറ്റ് ഐ ഡി എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ട് റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഡോട്ട് ഐ ഡി ഡോട്ട് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ എന്താണ് പേര് കൊടുത്ത് അത് ഇവിടെ കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൺസോൾ ഡോട്ട് ഐ ഡി കൊടുക്കുക. അതായത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കൊടുത്ത ഐ ഡി നമുക്ക് ഇവിടെ കിട്ടും. ഐ ഡി എൻ്റെ കിട്ടി 180. ഓക്കെ, ഇനി നമുക്ക് ഈ ഐ ഡി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ അറേനെ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് ന്യൂ അറേ ഈസ് ഈക്വൽ ടു നമ്മുടെ എംബ് ഡാറ്റയാണ് ഫിൽട്ടറിൽ, എംബ് ഡാറ്റ ഡോട്ട് ഫിൽട്ടർ ഐറ്റം. ഐറ്റം എന്ന് പറഞ്ഞാൽ എംബ് ഡാറ്റയിലുള്ള 4 ഒബ്ജക്റ്റ് ആണ്. ഇഫ് ഐറ്റം ഡോട്ട് ഐ ഡി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കണം. നമ്പർ ഓഫ് ഐ ഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ റിട്ടേൺ ചെയ്യാം, റിട്ടേൺ ഐറ്റം. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ എംബ് ഡാറ്റ എന്ന് പറഞ്ഞ അറേയുടെ ഉള്ളിൽ 4 ഒബ്ജക്റ്റ് ഉണ്ട്. 4 ഒബ്ജക്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐ ഡിയും ആ ഒബ്ജക്റ്റിൽ ഏതെങ്കിലും ഐ ഡി നമ്മൾ ഈക്വൽ ആണ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്പർ കൊടുക്കാൻ കാരണം ഇതൊരു സ്ട്രിങ് ആണ്, ആ സ്ട്രിങ്ങിനെ നമ്മൾ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം, നമ്മൾ നമ്പർ കൊടുക്കുന്നത്. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിനെ ഇവിടെ റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്തിട്ട് ഈ ഒരു റിട്ടേൺ റെസ്റ്റ് ഡോട്ട് ജേസണിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാം. സക്സസ് ഈസ് ടു 1, ഐറ്റം ഈസ് ടു ന്യൂ അറേ. അത് ചെക്ക് ചെയ്യാം. നമുക്ക് ഒരു അറേയുടെ ഉള്ളിൽ ആ ഒറ്റ ഒബ്ജക്റ്റ് കിട്ടാൻ പറ്റുള്ളൂ. ഗെറ്റിൽ കണ്ടോ, ഐറ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ഇവിടെ ഐ ഡി കൊടുത്ത് ആ ഐ ഡി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ് ഇവിടെ കിട്ടി. ഇനി നിങ്ങൾക്ക് ഇവിടെ 2 കൊടുക്കുകയാണെങ്കിൽ അവിടെ 2ൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കിട്ടും. 7 കൊടുക്കുകയാണെങ്കിൽ ആ അറേയുടെ ഉള്ളിൽ 7ൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കിട്ടും. കാരണം 7 ഒന്നുമില്ല, നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് 3 ആണേ ഉള്ളൂ. നമ്മൾ 4ാമത്തെ എക്സ്ട്രാ ആഡ് ചെയ്ത് ടെമ്പററി ആയിട്ടാണ്. ഇവിടെ പിന്നെ ഉള്ളത് 4 ആണ്. 4 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ 4ഉം ഇല്ല,
1ഉം 2ഉം 3യും ഉണ്ടെന്ന് വിചാരിക്കുന്നു. 3 ഉണ്ട്. അപ്പോൾ 3യുടെ കറസ്പോണ്ടിങ് റെസ്പോൺസ് കിട്ടും. അപ്പോൾ ഈ ഗെറ്റ് ബൈ ഐ ഡിയിൽ നമ്മുടെ മെത്തേഡ് ഗെറ്റ് ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റിൻ്റെ എന്തെങ്കിലും പാസ് ചെയ്യണം. ഇപ്പോൾ ഒരു അറേ ഉണ്ട്, അറയിൽ 4 ഒബ്ജക്റ്റ് ഉണ്ട്. ആ 4 ഒബ്ജക്റ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഇവിടെ പാസ് ചെയ്യണം. ഇതിന് പാരാമീറ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് കൊടുത്തത് അത് നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് പാരാമീറ്ററിൽ കിട്ടും. ഓക്കെ, ഈ റിക്വസ്റ്റ് ഡോട്ട് പാരാമീറ്ററിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ നമ്മൾ റൗട്ടർ ഈ ഗെറ്റ് ബൈ ഐ ഡി മെത്തേഡ് നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ള മെത്തേഡാണ് പുട്ട് മെത്തേഡ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റൗട്ടർ ഡോട്ട് പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പുട്ടിലും നമ്മൾ പോസ്റ്റിൻ്റെ പോലെ തന്നെ എന്ത് ചെയ്യും, ക്ലയൻറ്റ് ഒരു ഡാറ്റ നമുക്ക് അയച്ചു തരും. ആ ഡാറ്റ വെച്ചിട്ടായിരിക്കണം നമുക്ക് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് വരിക. പുട്ടിൽ ഫസ്റ്റ് ഇത് വരുമ്പോൾ /least/id സെയിം തന്നെ. ക്ലയൻറ്റ് ഒബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഗെറ്റിൽ ചെയ്ത പോലെ തന്നെ ആ പാരാമീറ്ററും കൂടെ അയച്ചു തരും. ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ റിക്വസ്റ്റ് റെസ്പോൺസ്. ഓക്കെ, റിക്വസ്റ്റ് റെസ്പോൺസ് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ ലെറ്റ് ഐ ഡി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് ഐ ഡി കൊടുക്കാം. ഇനി അതേപോലെ നമുക്ക് ലെറ്റ് ബോഡി ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ബോഡി എന്ന് കൊടുക്കാം. നമ്മളിവിടെ മെത്തേഡ് മാറ്റി പുട്ടാക്കി. സെയിം മെത്തേഡ് തന്നെ ഇവിടെ ബോഡിയിൽ ജോൺ പുട്ട് ബോഡി വിക്ക് 1 പുട്ട് ബോഡി ഇത് മാത്രമാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഈ ബോഡിയാണ് എനിക്ക് സെർവറിലോട്ട് സെൻഡ് ചെയ്യേണ്ടത്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ യൂസ് ചെയ്യുന്ന മാപ്പ് മെത്തേഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിൽട്ടർ മെത്തേഡാണ്. ഇതെല്ലാം ജാവാസ്ക്രിപ്റ്റ് അറേ മെത്തേഡ്സ് ആണ്. ഞാനിവിടെ emp data ഡോട്ട് മാപ്പ് കാൾ ബാക്ക് ഒരു ഫംഗ്ഷൻ, എറർ ഫംഗ്ഷൻ. ആ എറർ ഫംഗ്ഷനിൽ നമുക്ക് ഐറ്റം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഓരോ ഐറ്റം ഐട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇനി നമുക്ക് ഇതേ സെയിം ലോജിക് തന്നെ ഇവിടെ കൊടുക്കാം. ഇഫ് ഐറ്റം ഈസ് ഈക്വൽ ടു അങ്ങനെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതിന് ഒരു ഒബ്ജക്റ്റിനെ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. ഐറ്റം ഈസ് ഈക്വൽ ടു ബോഡി കൊടുക്കുക, റിട്ടേൺ ഐറ്റം കൊടുക്കുക. ലെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാം. എന്ത് ചെയ്യാം, ഡോട്ട് സെൻഡ്. നമുക്ക് സെൻഡും കൊടുക്കാം, ജേസൺ കൊടുക്കാം. സോറി മെത്തേഡ്സ് തന്നെയാണ്. ജേസൻ്റെ ഉള്ളിൽ സക്സസ് ഈസ് ടു 1 ഐറ്റം ഈക്വൽ ടു ഡാറ്റ എന്ന് പറഞ്ഞ ഐറ്റം കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ അറേ. ഇതിലെനിക്ക് പറഞ്ഞ ഈ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒബ്ജക്റ്റിനാണ് എനിക്ക് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഏജ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി തന്നെ ഇവിടെ കൊടുക്കണം. പുട്ട് മെത്തേഡ് കൊടുത്തു. ഇനി ഞാൻ സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടോ, ആ 1നെ റീപ്ലേസ് ചെയ്തിട്ട് ID 7 ഫസ്റ്റ് നെയിം ജോൺ പുട്ട് ബോഡി ലാസ്റ്റ് നെയിം വീക്ക് 1 പുട്ട് ബോഡി കൊടുത്തു. സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പുട്ടിൽ /ID കൊടുത്തപ്പോൾ ഇവിടെ പാരാമീറ്റർ ID കിട്ടി, ബോഡിയും കൂടെ കിട്ടി. ഇനി ഡാറ്റ നമ്മൾ എംപ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് അറേ നമ്മൾ മാപ്പ് ചെയ്തു. മാപ്പ് ഫിൽട്ടർ നിങ്ങൾക്ക് എന്ത് മെത്തേഡ് വേണം യൂസ് ചെയ്യാൻ, ഞാൻ നമ്മുടെ മാപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആ മാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ആ സെയിം കണ്ടീഷൻ ചെക്ക് ചെയ്തു. അങ്ങനത്തെ ആ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ബോഡി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ആ കംപ്ലീറ്റ് ഒബ്ജക്റ്റിനെ ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ അതിനെ റിട്ടേൺ ചെയ്തിട്ട് ഒരു പുതിയ അറേയിലോട്ട് എടുത്തു വെച്ചു. എന്നിട്ട് ആ അറേനെ റിട്ടേൺ ചെയ്തു. ഈ പുട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലയൻറ്റ് ഒരു പാരാമീറ്റർ ആയിട്ട് ഒരു ഐഡിയ അയച്ചു തരും, കൂടെ അതിൻ്റെ എന്താണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ബോഡിയും അയച്ചു തരും. അപ്പോൾ നമ്മൾ ഗെറ്റ് നോക്കി, പുട്ട് നോക്കി, പോസ്റ്റ് നോക്കി. ഇനി അടുത്താണ് ഡിലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. അതിന് വേണ്ടി റൗട്ടർ ഡോട്ട് ഡിലീറ്റ്. ഓക്കെ, അതിൽ സെയിം പറഞ്ഞ പോലെ നമുക്ക് ആദ്യം /ID നമുക്കൊരു ഐഡി ക്ലയൻറ്റ് അയച്ചു തരണം, കൂടെ കാൾ ബാക്ക് ഫംഗ്ഷൻ റിക്വസ്റ്റ് റെസ്പോൺസിൽ എന്ത് ചെയ്യുക, നമുക്ക് സെയിം ഇതിവിടെ കൊടുക്കാം. ലെറ്റ് ID ഈസ് ഈക്വൽ ടു
ഇനി ഒരു ഫിൽട്ടർ കണ്ടീഷൻ നമുക്ക് ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ മാറ്റേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫിൽട്ടർ ഐറ്റം നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കണം. അതായത് അതൊഴികെ ബാക്കിയെല്ലാം റിട്ടേൺ ചെയ്യണം. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഡിലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തിന് റിമൂവ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 1 എന്ന് പറഞ്ഞ ഡിലീറ്റ് മെത്തേഡാണ്. ഫസ്റ്റ് നമ്മൾ ഗെറ്റ് എന്ന് നോക്കാം. ആദ്യം കംപ്ലീറ്റ് അറേ ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഗെറ്റ് ലിസ്റ്റ് ചെയ്തു. ഇവിടെ ഈ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിന് കറക്റ്റ് ഒഴിവാക്കണം, ഡിലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആ കറക്റ്റ് എന്താണ് പാരാമീറ്റർ, അതിൻ്റെ പാരാമീറ്ററായിട്ട് 1 പാസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് മെത്തേഡ് കൊടുക്കുക. നമുക്ക് വർക്ക് ആവേണ്ട, നമുക്ക് ഇവിടെ ഒന്നും സെൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, rest.json സക്സസ് ഈസ് ടു 1 മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഐറ്റം തന്നെ റിട്ടേൺ ചെയ്യാം. ഐറ്റം ഈസ് ഈക്വൽ ടു ന്യൂ അറേ. അപ്പോൾ ന്യൂ അറേയിൽ ഈ നമ്മൾ എന്താണ് അവിടെ കൊടുത്തത് അതിൻ്റെ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടാവണം. വർക്ക് ഔട്ടോ ഇല്ല നോക്കാം. ഓക്കെ, ഡാറ്റ ഡിലീറ്റ് സക്സസ്ഫുള്ളി. നമ്മളിവിടെ 1 ആണ് കൊടുത്തത്. അപ്പോൾ 1 ഒഴികെ ബാക്കി എല്ലാ ഡാറ്റയും ഇവിടെ നമുക്ക് വന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയ മെത്തേഡ് ഗെറ്റ് മെത്തേഡാണ്. അതായത് കംപ്ലീറ്റ് ഐറ്റംസും ലിസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ പോസ്റ്റ് മെത്തേഡാണ്. പോസ്റ്റ് മെത്തേഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വല്ല ഡാറ്റയും ക്ലയൻറ്റ് തരുന്ന ഡാറ്റ നമ്മൾ ഡാറ്റാബേസിലോട്ട് ഇൻസേർട്ട് ചെയ്യിക്കുക. ഓക്കെ, അതാണ് പോസ്റ്റ് മെത്തേഡ്. പോസ്റ്റ് മെത്തേഡ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലയൻറ്റ് എപ്പോഴും ഒരു ബോഡി റിക്വസ്റ്റ് ബോഡിയിൽ അയച്ചു തരും. ആ ബോഡീനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെർവറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ് ഗെറ്റ് ബൈ ഐ ഡി മെത്തേഡ്. ഗെറ്റ് ബൈ ഐ ഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെർവറിലത്തെ ഒരു പർട്ടിക്കുലർ ഡാറ്റനെ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ഗെറ്റ് ബൈ ഐ ഡി എന്ന് പറയുന്ന മെത്തേഡ്. അതിലെന്ത് ചെയ്യും, സെർവർ നമുക്കൊരു പാരാമീറ്റർ ആയിട്ട് എന്തെങ്കിലും പാസ് തരും. ആ പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റാബേസ് കയറി ചെക്ക് ചെയ്യുന്നത്. അടുത്ത പുട്ട് മെത്തേഡ്. പുട്ട് മെത്തേഡിൽ ഇതേപോലെ ക്ലയൻറ്റ് നമുക്കൊരു ഐ ഡി അയച്ചു തരും. ആ ഐ ഡിയുടെ കൂടെ തന്നെ എന്താണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ ബോഡി കൂടെ ക്ലയൻറ്റ് അയച്ചു തരും. ആ ബോഡി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് കയറി ചെക്ക് ചെയ്തിട്ട് ആ ഡാറ്റനെ അപ്ഡേറ്റ് ചെയ്യണം. അടുത്തതാണ് നമ്മുടെ ഡിലീറ്റ് മെത്തേഡ്. ഡിലീറ്റ് മെത്തേഡ് നോക്കുമ്പോൾ ക്ലയൻറ്റ് നമുക്ക് എപ്പോഴും അതിൻ്റെ ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ എന്തെങ്കിലും കാര്യം അയച്ചു തരും. അത് പാരാമീറ്ററായിട്ട് അയച്ചു തരും. അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് റിമൂവ് ചെയ്യാം. ഇവിടെ ഞാൻ ചുമ്മാ ഒരു CRUD ഓപ്പറേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. നമ്മളിവിടെ മെയിനായിട്ട് ഇനി ഡാറ്റാബേസ് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ മോംഗോഡിബിയുടെ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. Node.js ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാനിപ്പോൾ എക്സ്പ്രസ്.jsന്റെ ഒരു ഓവർവ്യൂ തന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്രസ് ആപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ തന്നെ നമുക്ക് ഓരോ റിക്വസ്റ്റ്, ഓരോ APIs റൗട്ട്സ് എഴുതി അത് നമ്മൾ സ്ട്രിങ്ങിനെ സെൻഡ് ചെയ്തു, JSON ഡാറ്റയെ സെൻഡ് ചെയ്തു, ഫയൽസിനെ സെൻഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഓരോ മിഡിൽ വെയർ ഫങ്ഷൻസ് എഴുതിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തു. അതായത് റിക്വസ്റ്റിന് ചെക്ക് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആ റൗട്ട്സിനെല്ലാം മാനേജ് ചെയ്തു. ഒരു റൗട്ട്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഫയലാക്കി ആ റൗട്ട്സിനെല്ലാം ഒരു റൗട്ട്സ് എന്ന്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്മിൻ എന്ന് പറഞ്ഞ റൗട്ട് ഉണ്ട് വിചാരിക്കാം. അപ്പോൾ സെയിം തിങ്ങിന് ഇവിടെ എംപ്ലോയിക്ക് പകരം ഇവിടെ അഡ്മിൻ്റെ റൗട്ട് വരും. ഇവിടെ /എംപ്ലോയിക്ക് പകരം /admin. അപ്പോൾ /admin എന്ന് പറഞ്ഞ വരുന്ന റൗട്ട്സ് എല്ലാം ആ admin route.js എന്ന് പറഞ്ഞ ഫയലോട്ട് പോകും. അതാണ് ഇവിടുത്തെ ലോജിക്. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സോഴ്സ് കോഡ് ഞാൻ ഗിറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് ക്ലോൺ ചെയ്താൽ അതിൻ്റെ കോഡ് കിട്ടും. നിങ്ങൾക്ക് റെഫറൻസ് വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾ ഇത് ചെയ്ത് തന്നെ നോക്കൂ. ഇനി നമുക്ക് തുടർന്ന് Node.js ഇൻ്റഗ്രേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.